ഹായ് എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു രഹസ്യമായിട്ടുള്ള ഒരു താല്പര്യം, ഇഷ്ടം അവരുടെ മനസ്സിലുണ്ട്. അതായത് രഹസ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പരസ്യമാക്കിയിട്ടില്ല, നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളത്. സോ രഹസ്യമായിട്ട് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? അതായത് ഇവരിൽ കാണാൻ കഴിയുന്ന കുറച്ച് ശരീരഭാഷകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം ഇവരിൽ കാണാൻ പറ്റുന്ന, അതായത് ഇവരിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ശരീരഭാഷകൾ എങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈക്കോളജി ബേസ് ചെയ്ത് പറയുന്നതാണ്. ഇങ്ങനെ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് നിങ്ങളെ കാണുന്ന സമയത്ത് ഇവരുടെ മൂക്ക് വിടരും എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിരിക്കും ഇവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. അതായത് ഇവരുടെ മനസ്സിൽ വളരെ സന്തോഷം വരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൂക്ക് ചെറിയ രീതിയിലൊന്ന് വിടരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ചൊന്ന് വലുതായതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈൻ അവരുടെ മുഖത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതല്ല, പക്ഷെ ചെറിയൊരു സൈൻ ആയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ഇവരുടെ കാല് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ചപ്പുറത്തൊക്കെ ആയിട്ട് ഇവർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ നേരെ ആയിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക, അതായത് നിങ്ങളിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ കാലിൽ ജസ്റ്റ് ഒന്ന് ചൊറിയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ശ്രദ്ധ ആ ഒരു പേഴ്സണിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു കാലിൻ്റെ കാര്യം കൂടുതൽ വെസ്റ്റേൺ കൾച്ചറിലാണ് കാണാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പൊതുവെ അവരുടെ മനസ്സിലുള്ള താല്പര്യം പുറത്ത് കാണിക്കാൻ മടി കാണിക്കുന്ന ആളുകളാണ്. അതായത് പരമാവധി അവർ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൈനാണ്. അതായത് കാല് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തിരിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ കാലിൽ ചൊറി, അല്ലെങ്കിൽ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അത് തിരിഞ്ഞിരിക്കുക. വേറെ കുറച്ച് അകലെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഫേസ് ടു ഫേസ് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു രീതിയിലാവും അവർ ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും അത് വേറൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, അവരെപ്പോഴും നിങ്ങളുടെ ഒപ്പം ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളും കുറച്ച് പേരെ കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അവർ വരികയാണെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന, അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവരെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും ആ ഒരു പെൺകുട്ടിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് കാണാം. ഇനി നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, സംസാരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തല ചരിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടി ആകർഷണീയമായ രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. തല ചെറുതായിട്ട് ഇങ്ങനെ ചരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് അട്രാക്ഷൻ തോന്നും, അതായത് ഒരു ഭംഗി തോന്നുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല കേട്ടോ. അതായത് ഇപ്പോൾ പൊതുവെ നമുക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ വരും എന്നുള്ളതാണ്. അതായത് ആ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തല ചിലപ്പോൾ ചരിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. ചിലർ അറിഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്, അതായത് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു തല ചരിച്ച് വെച്ചിട്ട് അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു ഫാക്ട് എന്ന് പറയുന്നതും നിങ്ങളോട് രഹസ്യമായി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ഒരു സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാണുന്ന സമയത്ത് ട്യൂബ്ലൈറ്റ് ഇട്ട പോലെയും അവരുടെ മുഖം എന്ന് പറയുന്നത്. അതായത് പ്രകാശിക്കുന്നുള്ളതാണ്. നല്ല എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരിക്കും അവരുടെ മുഖത്ത് കാണാൻ. നമ്മൾ പറയാറുണ്ട് പല്ല് മുഴുവൻ കാണിച്ചിരിക്കുക എന്നുള്ളത്. അതായത് നല്ല പുഞ്ചിരി അവരുടെ മുഖത്ത് വരുന്നത് കാണാം. ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ സമയത്ത് ഉണ്ടാവുക. നിങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്തൊക്കെ ആൾ ഭയങ്കര സന്തോഷവതിയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയുമ്പോൾ മുഖത്തും ആ ഒരു സന്തോഷം കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ മുഖം നല്ല ഭംഗിയിലൊക്കെ, മീൻസ് ഭയങ്കര പുഞ്ചിരിയോട് കൂടിയിട്ടൊക്കെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്ന സമയത്തൊക്കെ മുഖത്ത് അങ്ങനെ ഒരു മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നതും നിങ്ങളെ അവർക്ക് വളരെ ഇഷ്ടമാണ്, നിങ്ങളോട് അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ആറാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പുരുകം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതും നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ എന്നാലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പുരുകം പൊന്താറുണ്ട്. അതും ഈ ഇഷ്ടമുള്ള ഒരു രീതി തന്നെയാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഇഷ്ടം കൂടുന്ന സമയത്താണ് നമ്മുടെ പുരുകം പൊന്തുന്നതും, അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണി വിടരുന്നതൊക്കെ നമ്മൾ കാണാം. അപ്പോൾ ഇങ്ങനെ പുരുകം പൊന്തിയിട്ടാണ് അവർ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സംസാരിക്കുന്ന സമയത്ത് പുരുകത്തിൽ ചെറിയൊരു പൊങ്ങലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് കൂടി നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. ഇത് ചിലർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അതായത് നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പേഴ്സണൽ സ്പേസ് അത് നമ്മളുടേന്ന് മാത്രം വിചാരിക്കുന്നവരാണ്. സോ വേറൊരാൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കയറി ഇടപെടാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള
ഓരോ ഒപ്പീനിയൻസ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അവരതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഓരോ ഒപ്പീനിയൻസ് പറയുക, അതിൽ കയറി ഇടപെടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കാറുണ്ട്, അതിൽ ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം അവരിൽ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടി അവർ ഇടപെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് അതിനുള്ള ഒരു സൈൻ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. അത് രഹസ്യമായിരിക്കാം ഇപ്പോഴുള്ളത്, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞൊന്നും വരാം. അപ്പോൾ എന്നിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് നല്ലൊരു സൈൻ തന്നെയാണ്. അതായത് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്